ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ ഒരു വാഴ പരിചയപ്പെടുത്താം. അപ്പോൾ കാഴ്ചയിലിത് നോർമൽ സാധാരണ വാഴ, നേന്ത്രം വാഴ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇത് ആസ്ട്രേലിയയിൽ നിന്ന് വരുന്ന വാഴയാണ്. അതിൻ്റെ കൊല വളരെ വലുതായിരിക്കും, നല്ല ടേസ്റ്റുണ്ട് അതിന് കഴിക്കാനായിട്ട്. ഞാൻ അതിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ വാഴ. ഇപ്പോൾ ഇവർ ധാരാളം കണ്ണുകൾ അതിൻ്റെ വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇതിൻ്റെ കണ്ണുകൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ വാഴകൾ നിങ്ങൾക്ക് കാണണ്ടേ, എങ്ങനെയുള്ള സംബന്ധിച്ച് വാഴയും കാണിച്ചു തരാം. ഇതാണ് ആ വാഴ. ഇത് താരതമ്യേന നല്ല ഹൈറ്റാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് വന്നൊരു 10 അടിക്ക് മുകളിൽ ഇതിൻ്റെ ഹൈറ്റുണ്ട്. ഉണ്ടോ? കൊല നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ളതൊന്നും അല്ല, നല്ല വലിപ്പമുണ്ടേ. ഇതാണ് വാഴക്കൊല. ഞാനൊരു പ്രാവശ്യം ഇതിൻ്റെ ഒരു കൊല എനിക്ക് കൊണ്ട് തന്നു. ഞാനത് തൂക്കി നോക്കുമ്പോൾ 33 കിലോയാണത്. അപ്പോൾ ഇത് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ചുവട്ടിൽ വലിയ കാര്യങ്ങളായിട്ടൊന്നും പണിതിട്ടില്ല. ഉണ്ടോ? ഇതാണ്. അപ്പോൾ ഇത് ഓസ്ട്രേലിയൻ മഴയാണ്. ഓസ്ട്രേലിയൻ മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വലിയ പരിചയമുണ്ടായി. പിന്നെ അവർ വീണ്ടും ഓസ്ട്രേലിയക്ക് പോയി. അപ്പോൾ ഇവിടെ പിന്നെ അത് പതിവായിട്ടൊന്നും നോക്കാൻ ആളില്ലായിരുന്നു. പണിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയി. അവർ നോക്കി അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഏതായാലും 33 കിലോ ഉണ്ടായിരുന്നു. അത് ഏകദേശം 10-30 കിലോളം വരും. എനിക്ക് ഒന്ന് നന്നായിട്ട് പരിചരണം നടത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ടുള്ള കൊലയായിട്ട് മാറും സാധ്യതയുണ്ട്. പക്ഷേ അതിന് ടേസ്റ്റ് നല്ല കേട്ടോ. അത് നിങ്ങൾ കാണുന്നില്ല, സാധാരണ ഏത്തക്കൊല പോലെയൊക്കെ ഇരിക്കുമെങ്കിലും വളരെ നല്ല ടേസ്റ്റാണ് അതിന് ഉള്ളത്. ഇപ്പോൾ ഹൈറ്റ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ താങ്ങ് കൊടുക്കുന്നതെങ്കിൽ നല്ല വലിയ ഹൈറ്റുള്ള താങ്ങ് കൊടുക്കേണ്ടി വരും. അതാണ് വാഴക്കൊല. ഇത് ഏറ്റവും മുഴുത്ത എത്ര കിലോ വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ? അപ്പോൾ ഇവർ ഉടമസ്ഥ പറയുന്നത് 42 കിലോ വരെയും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏറ്റവും വലുത് അതിലും വലുതാവില്ല. നന്നായിട്ട് ഇതിൻ്റെ വളമൊക്കെ കിട്ടാൻ അല്ലേ? വലിയ കാര്യമായിട്ട് വളമൊന്നും ഇവർ ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞു. എന്നിട്ടും കൂടെ എത്ര വലിയൊരു കൊല ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ? ഇതാണ് കൊല. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എൻ്റെ വലിപ്പം. വാഴയ്ക്കൊരു നല്ല ഹൈറ്റുണ്ട്, അതനുസരിച്ചുള്ള താങ്ങ് കൊടുക്കണം. പക്ഷേ ഏതായാലും ഇതിന് ആവശ്യക്കാരൊത്തിരി ഉണ്ട്. പല സ്ഥലങ്ങളിലും ഇല്ല ചേച്ചി എവിടെ നിന്നൊക്കെ വന്ന ആളുകൾ കൊണ്ടുപോകണല്ലോ. അവർക്ക് കൊടുക്കാൻ തയ്യുന്നില്ലെന്ന് അവർ പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾ വന്ന് ഇതിൻ്റെ കണ്ണുകൾ കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് ആലുവായിൽ നിന്നാണ്ട് വന്നായിരുന്നല്ലേ? ആലായിന്ന് പാലായിന്നല്ലേ? കാസർഗോഡ് നിന്നൊക്കെ അല്ലേ? മംഗലാപുരം. ശരി. അപ്പോൾ ഇതിൻ്റെ എൻക്വയറി വളരെയധികം ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്, ഉടമസ്ഥൻ പറയുന്നത്. അത് മംഗലാപുരത്തു നിന്ന് കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ ഇതിന് എൻക്വയറി വരുന്നുണ്ട്. പക്ഷേ അവർക്ക് കൊടുത്ത് വയ്ക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. അപ്പോൾ ഏതായാലും ഒരു അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും കിട്ടുമായിരിക്കും അല്ലേ? ഇഷ്ടം പോലെ കണ്ണ്. ഇപ്പോൾ ടിഷ്യൂ കൾച്ചറിന് ഇവർ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അവരെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആകുമ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. പിന്നെ നേരിട്ടുള്ള കണ്ണ് വേണമെങ്കിൽ അത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും. കാരണം ഇവിടെ കുറേ വാഴ പിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നല്ല അതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഏതായാലും ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തന്നെ നേരിട്ട് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ടിഷ്യൂ കൾച്ചറിലൂടെ മണം കിട്ടാനായിട്ട്. ഇതെന്തെന്നാ ലാൽ ചേച്ചി പറയുന്നത് ഇതിന് പറയുന്നത്? ഏതായാലും ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന സാധനം എന്നറിയാം അല്ലേ? അതെ, പേരെന്താന്ന് ഇവർക്കും അറിയില്ല. അവരവിടെ ചെന്നപ്പം അവിടുന്ന് കണ്ണുകൊണ്ടേ വെച്ചതാണ്. അതിലും പല നല്ല വലിപ്പത്തിലാണ് ഉണ്ടായേക്കുന്നത്. 42 കിലോ വരെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ 33 കിലോ ഉണ്ടായിരുന്നു. 42 കിലോ വരെ ഇവർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലും വലുതായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ നല്ല ചില ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കണ്ണുകൾ അവൈലബിൾ ആയിരിക്കും. ഒരു 6 മാസം കഴിഞ്ഞാൽ ഇവിടുന്ന് നേരിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ അവർക്ക് തന്നെ ഐഡിയ ഇല്ല. കാരണം ഇവർ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന കണ്ണാണ്. ഏതായാലും നല്ല പോപ്പുലാരിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. ഞാനിവിടെ മേടിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട്. അപ്പോൾ അത്
42 കിലോ വരെയും വന്നിട്ടുണ്ട്. നല്ല പരിചരണമാണെങ്കിൽ അതിൽ കൂടുതൽ വരും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ വിവരങ്ങളാണ് പ്രദാനം ചെയ്തത്. അപ്പോൾ ഈ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.